PHUSIKE to എഡ്യൂക്കേഷൻ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിയർ സ്റ്റുഡൻസ്, കനൽ ടെസ്റ്റിയുടെ 11ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ കുറിച്ചാണ്. എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമുക്ക് നോക്കാം. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ബ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് a bridge circuit is one kind of electrical circuit wherein the two branches of the circuit are linked to a third branch which is contained between the first two branches at some middle point along with them. A bridge എന്ന് പറയുന്നത് പ്രത്യേക സർക്യൂട്ടാണ്. ആ സർക്യൂട്ടിൽ രണ്ട് തരം ബ്രാഞ്ചുകളുണ്ടായിരിക്കും, പാരലൽ ആയിട്ടുള്ള രണ്ട് തരം ബ്രാഞ്ചുകളുണ്ടായിരിക്കും. ആ രണ്ട് ബ്രാഞ്ചുകളിലെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചും കൂടി ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുന്നത്. Wheatstone എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേര് അറിയപ്പെടുന്ന സർക്യൂട്ടാണ് Wheatstone Bridge സർക്യൂട്ട്. A Wheatstone Bridge is an electrical circuit used to measure an unknown electrical resistance by balancing two legs of a bridge circuit, one leg of which includes the unknown component. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രിഡ്ജ് സർക്യൂട്ടിലാകുമ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും. ആ ടു ലെഗ്സ് ഉദ്ദേശിക്കുന്നത് രണ്ട് ഭാഗങ്ങളാണ്. ആ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന മൂന്നാമത് വേറൊരു ഭാഗം കൂടി ഉണ്ടായിരിക്കും. ഈ രണ്ട് ഭാഗങ്ങളിൽ ഒന്നിൽ അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത് Wheatstone Bridge സർക്യൂട്ട്. Wheatstone Bridge was invented by Samuel Hunter Christie in 1833 and improved and popularized by Sir Charles Wheatstone in 1843. ഇദ്ദേഹമാണ് സാമുവൽ ഹണ്ടർ ക്രിസ്റ്റി, ഇദ്ദേഹമാണ് സർ ചാൾസ് വീറ്റ്സ്റ്റോൺ. നൗ നമുക്ക് ആ സർക്യൂട്ട് എന്താ നോക്കാം. ഇതാണ് Wheatstone Bridge സർക്യൂട്ട്. ആസ് യു ക്യാൻ സീ ഇവിടെ 4 റെസിസ്റ്ററുകളുണ്ട്. പിയും ക്യൂവും 6 എസും 4 റെസിസ്റ്ററുകളാണ്. ഇതിൽ എസ് വേണമെങ്കിൽ നമുക്ക് അൺനോണാക്കി എടുക്കാം. അപ്പോൾ നടുക്കുള്ള ഗാവനോമീറ്റർ ആണ്, ജി എന്ന് എഴുതിയൊരു ഗാവനോമീറ്റർ ആണ്. ഗാവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് ജി എന്ന് മാർക്ക് ചെയ്തത്. ആ ഡിവൈസ് ഗാവനോമീറ്റർ ആണ്. ഗാവനോമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 2 റെസിസ്റ്ററുകളും ഗാവനോമീറ്ററിൻ്റെ റൈറ്റ് സൈഡിലുള്ള 2 റെസിസ്റ്ററുകളുമാണ് 2 ലെഗുകളായിട്ട് എടുത്തത്. ഒരു ലെഗിൽ പിയും ആറും ഉണ്ട്, അപ്പുറത്തെ ലെഗിൽ ക്യൂ എസും ഉണ്ട്. ദെൻ ഇവിടെ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് എ എന്ന് പറഞ്ഞ പോലെ എത്തുമ്പോൾ രണ്ടെണ്ണമായി ഡിവൈഡ് ചെയ്യുന്നു. I1ഉം I3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. I1 കറണ്ട് പി എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നു, ബി എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തുന്നു. അവിടെ നിന്ന് വീണ്ടും രണ്ടെണ്ണം ഡിവൈഡ് ചെയ്യുന്നു. IG കറണ്ട് ഗാവനോമീറ്റർ കൂടി കടന്നു പോകുന്നു. I2 കറണ്ട് ക്യൂ എന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നു. ദെൻ I2 കറണ്ട് സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്നു. ഗാവനോമീറ്റർ കടന്നു പോകുന്ന IG എന്ന കറണ്ട് ഡി എന്ന ജംഗ്ഷനിലെത്തുമ്പോൾ IG-യുടെ കൂടെ I3 കൂടി ആഡ് ചെയ്ത് IG + I3 I4 ആയിട്ട് സി എന്ന പോയിന്റിലെത്തുന്നു. I2 I4 കൂടി കമ്പൈൻ ചെയ്ത് വീണ്ടും പഴയ പോലെ തന്നെ I എന്ന് പറഞ്ഞ കറണ്ടായിട്ട് സെല്ലിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് സർക്യൂട്ട്. ഇവിടെ 4 ജംഗ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക. എയും ബിയും സിയും ഡിയും 4 ജംഗ്ഷൻസ് ആണ്. Wheatstone Bridge consists of a cell of EMF E, a galvanometer of resistance G, and resistances P, Q, R, and S. When the bridge is said to be balanced, then the points B and D are the same potential. ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ബി എന്ന് പറഞ്ഞ പോയിന്റിനെയും ഡി എന്ന് പറഞ്ഞ പോയിന്റിനെയും ഒരേ പൊട്ടൻഷ്യലാക്കുക. അതായത് ഗാവനോമീറ്ററിന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. ഗാവനോമീറ്റർ കണക്ട് ചെയ്ത 2 പോയിന്റുകളിലേക്കാണ്, ബി എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് ഗാവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഗാവനോമീറ്റർ കണക്ട് ചെയ്ത് 2 പോയിന്റുകളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. സോ ബിയും ഡിയും ഒരേ പൊട്ടൻഷ്യലാണെങ്കിൽ ബിയും ഡിയും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ബിയിൽ നിന്ന് ഡിയിലേക്കോ അല്ലെങ്കിൽ ഡിയിൽ നിന്ന് ബിയിലേക്കോ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല അർത്ഥം. വിച്ച് മീൻസ് IG = 0. ഇവിടെ എടുത്തുള്ളത് ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള ആയിട്ടാണ് കറണ്ട് IG എടുത്തുള്ളത്. മേ ബി ഇറ്റ് ഈസ് ഫ്രം ഡി ടു ബി ആവാം. പക്ഷേ ഗാവനോമീറ്റർ ബാലൻസ് ചെയ്ത കണ്ടീഷനിൽ ബിയിൽ നിന്ന് ഡിയിലേക്കോ അല്ലെങ്കിൽ ഡിയിൽ നിന്ന് ബിയിലേക്കോ ഒരു കറണ്ട് ആവില്ല. ദാറ്റ് മീൻസ് IG = 0. ദാറ്റ് ഈസ് നോൺ ആസ് ബാലൻസ്ഡ് കണ്ടീഷൻ. So IG = 0, current through the galvanometer = 0 is known as balanced condition of Wheatstone Bridge. Then balanced conditionൽ നമുക്ക് കിർച്ചോഫ് ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. കിർച്ചോഫ് ഫസ്റ്റ് ലോ ബി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വരുന്ന കറണ്ട് I1 എന്ന് പറയുന്ന കറണ്ടാണ് വരുന്നത്. I1 എന്ന് പറഞ്ഞ കറണ്ട് രണ്ടെണ്ണം സ്പ്ലിറ്റ് ചെയ്യുന്നു, I2ഉം IG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ ഇൻകമ്മിങ് കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്, ഔട്ട് ഗോയിങ് കറണ്ട് I2ഉം IG ആണ്. സോ I1 = I2 + IG, or algebraic sum of currents meeting at the junction B = 0. That means I1 - I2 - IG = 0.
I1 is the incoming current and I2 and Ig are the outgoing current. So I1 minus I2 minus Ig equal to 0. That is the equation at junction B. Now for the junction D എന്ന് പറഞ്ഞ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻകമിംഗ് കറണ്ട് Ig ആണ്, ഔട്ട്ഗോയിങ് കറണ്ട് എന്ന് പറയുന്നത് I4 ആണ്, I3യും ഇൻകമിംഗ് കറണ്ട് തന്നെയാണ്. സോ I3 and Ig are incoming currents, I4 is the outgoing current. That means I3 plus Ig minus I4 equal to 0. I3 plus Ig minus I4 equal to 0. When the bridge is said to be balanced, bridge balance ചെയ്യുമ്പോൾ Ig equal to 0 ആണ്. സോ മുകളിൽ രണ്ട് ഇക്വേഷനിൽ Ig 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക I1 minus I2 equal to 0. That means I1 equal to I2 and I3 plus Ig minus I4 Ig 0 ആകുമ്പോൾ I3 minus I4 equal to 0. That means I3 equal to I4. So we get I1 equal to I2 and I3 equal to I4 at balanced condition. Balanced condition ആകുമ്പോൾ I1 equal to I2, അതായത് P എന്ന് പറഞ്ഞ റെസിസ്റ്റർ കൂടെയും Q എന്ന് പറഞ്ഞ റെസിസ്റ്റർ കൂടെയും കടന്നു കറണ്ട് സെയിം ആയിരിക്കും. I3 equal to I4, which means R എന്ന് പറഞ്ഞ റെസിസ്റ്റർ കൂടെയും S എന്ന് പറഞ്ഞ റെസിസ്റ്റർ കൂടി കടന്നു വന്ന കറണ്ടും സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ബി നിന്ന് ഡിയിലേക്കോ ഡിയിൽ നിന്ന് ബിയിലേക്കോ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല അർത്ഥം. Again, applying Kirchhoff's second law to the closed loop ABDA. ABD എന്ന് പറയുന്ന ക്ലോസ് ലൂപ്പിൽ Kirchhoff's second law അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ABDA ക്ലോക്ക് വൈസ് ആണ് എടുക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ കറണ്ട് അതേ ഡയറക്ഷനിലാണ്, ബിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോഴും കറണ്ട് അതേ ഡയറക്ഷനിലാണ്, ഡിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. According to Kirchhoff's second law, sum of products of currents and resistances. ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് I1 ഉണ്ട്, റെസിസ്റ്റൻസ് P ആണ്. സോ I1P, ഇവിടെ കറണ്ട് Ig ആണ്, Ig ഇൻറ്റു G, കാരണം ഓപ്പോസിറ്റ് പോകായതുകൊണ്ട് മൈനസ് I3 എടുക്കണം, മൈനസ് I3 ഇൻറ്റു R ഈക്വൽ ടു നെറ്റ് ഇ എം എഫ് ഇൻ ദ ക്ലോസ്ഡ് പാത്ത്. ഈ പോയ പാത്തിൽ എവിടെയും സെല്ല് കാണുന്നില്ല, അതുകൊണ്ട് നെറ്റ് ഇ എം എഫ് എത്രയാണ്? 0 ആണ്. സോ വി ഗോട്ട് I1P പ്ലസ് Ig ഇൻറ്റു G മൈനസ് I3 ഇൻറ്റു R ഈക്വൽ ടു 0. Again, for the closed loop BCDB, BCDB എന്ന് പറഞ്ഞ ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇതാണ് BCDB എന്ന് പറയുന്ന ക്ലോസ്ഡ് ലൂപ്പ്. ഇവിടെ I2 എന്ന് പറയുന്ന കറണ്ടാണ് ക്യൂയിലൂടെ പോകുന്നത്. സോ I2 ഇൻറ്റു ക്യൂ, ഇവിടെ വരുമ്പോൾ കാരണം ഓപ്പോസിറ്റ് ആണ്. സോ മൈനസ് I4 ഇൻറ്റു എസ്, ഇവിടേക്ക് വരുമ്പോൾ അതും കാരണം ഓപ്പോസിറ്റ് ആണ്. സോ മൈനസ് Ig ഇൻറ്റു G. ദാറ്റ് മീൻസ് I2Q മൈനസ് I4S മൈനസ് Ig ഇൻറ്റു G ഈക്വൽ ടു 0. ഈ ക്ലോസ്ഡ് പാത്തിൽ എവിടെയും സെല്ല് കാണുന്നില്ല, സോ നെറ്റ് ഇ എം എഫ് ഈക്വൽ ടു 0. വി ഗോട്ട് I2Q minus I4S minus Ig into G equal to 0. At the balancing condition, we have Ig equal to 0. So from the above two equations, Ig 0 കൊടുക്കുകയാണെങ്കിൽ I1P minus I3R equal to 0, which means I1P equal to I3R. Here I2Q minus I4S equal to 0, that is I2Q equal to I4S. From the above two equations, we got I1P equal to I3R and I2Q equal to I4S. I1P equal to I3R and I2Q equal to I4S. Dividing equation 1 by 2, we have I1P by I2Q equal to I3R divided by I4S. LHSകൾ ഡിവൈഡ് ചെയ്യുകയും RHSകൾ ഡിവൈഡ് ചെയ്തു ഇക്വേറ്റ് ചെയ്തു. I1P by I2Q equal to I3R divided by I4S. But we have I1 equal to I2 and I3 equal to I4. നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്തപ്പോൾ മനസ്സിലായതാണ്. I1 equal to I2 ആണ്, I3 equal to I4 ആണ്. ബിയും ഡിയും ജംഗ്ഷനുകളിൽ. ദെൻ I1 I2 സെയിം ആണെങ്കിൽ we have P by Q. I3 I4 സെയിം ആണെങ്കിൽ we have R by S. That means we have P by Q equal to R by S. This is known as Wheatstone's Bridge Principle. So P by Q equal to R by S is known as Wheatstone Bridge Principle. At the balancing condition, Ig equal to 0. This is the condition for a Wheatstone bridge when no current flows through the galvanometer. That is, at the balancing condition, Ig equal to 0. ഈ സ്ഥിരമായിട്ട് പരീക്ഷ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, എന്താണ് Wheatstone ബിഡ്ജിന്റെ ബാലൻസിംഗ് കണ്ടീഷൻ, അല്ലെങ്കിൽ എന്താണ് Wheatstone Bridge Principle? P by Q equal to R by S is known as the Wheatstone Bridge Principle. At the balancing condition, Ig equal to 0. So, you have to write P by Q equal to R by S is the Wheatstone Bridge Principle. At the balancing condition, Ig equal to 0. എന്താണ് ബാലൻസിംഗ് കണ്ടീഷൻ വെച്ചാൽ Ig equal to 0. That means no current flows through the galvanometer. That is the balancing condition. ഇവിടെ നിന്ന് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. S ആണ് അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ we can calculate S equal to QR by P.
There will not be any change in the above equation even if the cell and the galvanometer are interchanged in the given circuit. ഈ സർക്യൂട്ടിൽ സെല്ലും ഗാവനോമീറ്റർ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ റെപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. ഈ സർക്യൂട്ട് സെല്ലും ഗാവനോമീറ്റർ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എബോവ് ഇക്വേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും ഉള്ളത്. സെല്ലും ഗാവനോമീറ്റർ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൂടി ഇക്വേഷനിൽ യാതൊരു ചേഞ്ച് ഉണ്ടാവില്ല. കാരണം ഗാവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് വിസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ 2 ജംഗ്ഷനുകൾക്ക് ഇടയ്ക്കാണ്. സെല്ല് കണക്ട് ചെയ്തിട്ടുള്ളത് മറ്റ് 2 ജംഗ്ഷനുകൾക്ക് ഇടയ്ക്കാണ്. സെല്ലും ഗാവനോമീറ്ററും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൂടി ഈ റെസിസ്റ്റൻസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഓറിയൻറ്റേഷൻ ഒന്ന് മാറുന്നല്ലാതെ മറ്റ് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് 2 ലെഗുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ റേഷ്യോ വീണ്ടും സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ P/Q = R/S എന്നുള്ള റേഷ്യോയ്ക്ക് പകരം മേ ബി ഇവിടെ വരിക P/R = Q/S എന്നാവാം, അല്ലെങ്കിൽ Q/P = S/R എന്നാവാം. എനിവേ ദ റേഷ്യോ റിമെയിൻസ് സെയിം. P/Q = R/S പകരം P/R = Q/S എന്ന് പറഞ്ഞാലും റേഷ്യോ സെയിം തന്നെയാണ്. സോ there will not be any change in the Wheatstone Bridge principle even if the galvanometer and cell are interchanged. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് സിമുലേഷൻ നോക്കാം. ഫെറ്റ് വെച്ചുള്ള ഇൻട്രാക്റ്റീവ് സിമുലേഷൻ ആണ്. സർക്യൂട്ട് ഓൾറെഡി നിർമ്മിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് കൊളറാഡോ ബോൾഡർ യൂണിവേഴ്സിറ്റിയുടെ ഫെറ്റ് ഇൻട്രാക്റ്റീവ് സിമുലേഷൻ ആണ്. അതിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സർക്യൂട്ട് നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ 4 റെസിസ്റ്റൻസുകൾ കാണാം. 20 ohm റെസിസ്റ്റർ, 40 ohm റെസിസ്റ്റർ, 10 ohm റെസിസ്റ്റർ, പിന്നെ അഗെയിൻ 10 ohm റെസിസ്റ്റർ. ഈ 10 ohm റെസിസ്റ്റർ വേണമെങ്കിൽ നമുക്ക് അൺനോൺ ആയിട്ട് വിചാരിക്കാം. P, Q, R, S എന്ന 4 റെസിസ്റ്ററുകളാണത്. ഇടയ്ക്ക് ഗാവനോമീറ്ററിന് പകരം ഒരു അമീറ്ററാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഗാവനോമീറ്റർ കറണ്ട് കടന്നു പോകുന്നുണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുക. പക്ഷേ ഗാവനോമീറ്റർ സർക്യൂട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു അമീറ്ററാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കറണ്ടിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി സാധിക്കും. നൗ ഈ സർക്യൂട്ടിൽ ഇവിടെ നമുക്ക് കിർച്ചോഫ്സ് ലോസ് അപ്ലൈ ചെയ്ത് നോക്കാം. 4 ജംഗ്ഷനുകളാണ് കാണാൻ സാധിക്കുക. 1, 2, 3, 4 ജംഗ്ഷനാണുള്ളത്. ക്ലോസ്ഡ് പാത്തുകൾ എടുക്കുകയാണെങ്കിൽ ഗാവനോമീറ്റർ ഉൾപ്പെടുന്ന ക്ലോസ്ഡ് പാത്ത് ഒരെണ്ണം, ഇത് മറ്റേ ക്ലോസ്ഡ് പാത്ത്. ഗാവനോമീറ്റർ ഉൾപ്പെടാത്ത മൂന്നാമതൊരു ക്ലോസ്ഡ് പാത്ത് കൂടിയുണ്ട്, ഇങ്ങനെ താഴത്ത് കൂടിയുള്ളത്. 4ാമത്തെ ക്ലോസ്ഡ് പാത്തിൽ മുകളിലൂടെയുള്ള ക്ലോസ്ഡ് പാത്തിലും ഗാവനോമീറ്റർ ഉൾപ്പെടുന്നില്ല. പക്ഷേ ഗാവനോമീറ്റർ ഉൾപ്പെടുന്ന 2 ക്ലോസ്ഡ് പാത്തുകളാണ് പരിഗണിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇൻകമിങ് കറണ്ടാണ് 1.36 ആംപിയർ. ഇത് ഔട്ട് ഗോയിങ് കറണ്ടാണ് 0.45 ആംപിയർ. ഇത് ഔട്ട് ഗോയിങ് കറണ്ടാണ് 0.91 ആംപിയർ. 0.91 പ്ലസ് 0.45 = 1.36 ആംപിയർ. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് ഔട്ട് ഗോയിങ് കറണ്ടാണ് 0.27 ആംപിയർ. ഇത് ഔട്ട് ഗോയിങ് കറണ്ടാണ് 0.18 ആംപിയർ. അത് തന്നെയാണ് താഴത്തെ അമ്മീറ്ററിൽ കാണിക്കുന്നത്. ഇത് ഇൻകമിങ് കറണ്ടാണ് 0.45 ആംപിയർ. 0.45 = 0.18 പ്ലസ് 0.27. നൗ ഈ ജംഗ്ഷനിൽ ഇത് ഇൻകമിങ് കറണ്ടാണ് 0.27 ആംപിയർ. ഇത് ഇൻകമിങ് കറണ്ടാണ് 1.09 ആംപിയർ. ഇത് ഔട്ട് ഗോയിങ് കറണ്ടാണ് 1.36 ആംപിയർ. 1.36 = 1.09 പ്ലസ് 0.27. ഈ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഔട്ട് ഗോയിങ് കറണ്ടാണ് 1.09 ആംപിയർ. ഇത് ഇൻകമിങ് കറണ്ടാണ് 0.18 ആംപിയർ. ഇത് ഇൻകമിങ് കറണ്ടാണ് 0.9 ആംപിയർ. 0.91 പ്ലസ് 0.18 = 1.09 ആംപിയർ. നൗ നമുക്കിവിടെ 4 റെസിസ്റ്റൻസുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലോസ്ഡ് പാത്തുകൾ പരിഗണിക്കുമ്പോൾ ആദ്യത്തെ ക്ലോസ്ഡ് പാത്തിൽ ഇത് P ആണെങ്കിൽ 20 ohm ആണ്. ഇത് Q ആണെങ്കിൽ 40 ohm, R 10 ohm ആൻഡ് S 10 ohm ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്ന കണ്ടീഷൻ സെൻട്രലിലെ ഗാവനോമീറ്റർ കൂടി കറണ്ട് കടന്നു പോകാൻ പാടില്ല. അത് അമ്മീറ്ററിലെ കറണ്ട് 0 ആവണം. 0.18 ആംപിയർ എന്ന് കാണിക്കുന്നുണ്ട്. സോ വെൻ IG = 0, ഗാവനോമീറ്ററിലെ കറണ്ട് 0 ആകുമ്പോൾ വീറ്റ്സ്റ്റോൺ is said to be balanced. ബാലൻസ് ആവുന്ന കണ്ടീഷൻ നമുക്കറിയാം. P/Q = R/S എന്നുള്ള കണ്ടീഷൻ അറിയാം. ഇവിടെ 20 ohm ആണ്, ഇവിടെ 10 ohm ആണ്. 20/10 എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ 40/10 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഈ റേഷ്യോ, ഇവിടുത്തെ റേഷ്യോ, ലെഫ്റ്റ് സൈഡിലെ റേഷ്യോയും റൈറ്റ് സൈഡിലെ റേഷ്യോയും കൂടി സെയിം ആവണം. റൈറ്റ് സൈഡിലെ റേഷ്യോ സെയിം ആവണമെങ്കിൽ ഇവിടെ 10 ohമിന് പകരം 20 ohm ആക്കണം. 20 ohm ആക്കുമ്പോൾ ഗാവനോമീറ്ററിലെ കറണ്ട് 0 ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഓക്കെ, 20 ohm ആയപ്പോൾ ഗാവനോമീറ്ററിലെ കറണ്ട്, അത് അമ്മീറ്ററിൽ കാണുന്ന കറണ്ട് 0.00 ആംപിയർ എന്ന് കാണിക്കുന്നുണ്ട്. വിച്ച് മീൻസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് സെറ്റ് ടു ബി ബാലൻസ്ഡ്.
ഇൻ ദിസ് കണ്ടീഷൻ പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ്. ഇവിടെ പി എന്ന് പറയുന്നത് 20 ആണ്, ക്യൂ 10 ആണ്, ആർ എന്ന് പറയുന്നത് 40 എടുക്കാം, എസ് എന്ന് പറയുന്നത് 20 ആണ്. സോ പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ്. റേഷ്യോ ഇങ്ങനെയും ശരിയാവും. 20/40 ഈക്വൽ ടു 10/20. മുകളിലുള്ള ഹാഫും താഴത്തുള്ള ഹാഫും നോക്കുകയാണെങ്കിലും 20/40 ഈക്വൽ ടു 10/20 പറയാം. താഴത്തേക്ക് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഹാഫും റൈറ്റ് സൈഡിലെ ഹാഫും എന്നുള്ള റേഷ്യോ സെയിം തന്നെയാണ്. 20/10 ഈക്വൽ ടു 40/20. ഇവിടെ ഈ സെല്ല് ഗാനോമീറ്റർ കൂടെ ഇൻ്റർചേഞ്ച് ചെയ്താലും ഈ ഒരു സെല്ല് ഇവിടേക്ക് കണക്ട് ചെയ്യാം. ഗാനോമീറ്റർ അതായത് ഇവിടെ കണക്ട് അമീറ്ററാണ്, ഇവിടേക്ക് താഴെ കണക്ട് ചെയ്താലും റേഷ്യോയിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ദിസ് ഇസ് ദ Wheatstone Bridge Principle. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.